പൊട്ടിയോ? ഇപ്പൊ നമ്മളിന്ന് വാഴ അതുകൊണ്ട് ഒറ്റ വെട്ടിന് തന്നെ മുറിയുന്നുണ്ട്. അപ്പൊ ഇതിന് മുമ്പ് ഇത് പറിക്കേണ്ടിയിരുന്നു. ഒരാഴ്ച മുമ്പ് വെട്ടണ്ടേ, എല്ലാം പൊട്ടി. ഉണങ്ങി. ഇതേലായിരുന്നു വവ്വാല് താമസം ഉണ്ടായിരുന്നു. ഇത് ഇന്നാളെന്നിട്ടൊന്നും വെട്ടിയിട്ട് പിണ്ടി എടുത്തില്ലല്ലോ. അത് രണ്ടും രണ്ടിനമായിരുന്നു. ഉള്ളിലുള്ള നടുക്കുള്ള ഈ വെള്ളം കുഴിച്ച് വെച്ചാൽ വെള്ളം ഉണ്ടാവും എന്ന് പറയുന്നല്ല, എന്താണ്ടോ വേണ്ട, തൽക്കാലം പിണ്ടി എടുക്കാം. ഇത് ഓണർക്ക് കൊടുക്കണ്ടേ കായ? വേണ്ട, ഞങ്ങൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഓണർ വരുമോ? ഓണർ പറയും. ഓണർ ഫേസ്ബുക്കിൽ കൂടെ കാണും കേട്ടോ. ഇനി വേണോ? ആ, വെളുത്ത ഒരു കഷ്ണം കൂടെ നല്ല, മറ്റേ ആ താഴോട്ടിട്ട കഷ്ണം നല്ലതാണ്. ക്രിസ്ത്യേച്ചിക്ക് കൊടുക്കാം നല്ലൊരു കഷ്ണം. നാളെയല്ലേ അവിടെ പോകും നമ്മൾ, അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യൂലേ? ആ, 1-ാം തീയതി പോവൂലേ? പോവാ. നാളെ മനുഷ്യ, വ്യാഴാഴ്ച. ഇല്ല, ഞാനും ചുറ്റിയും പോയാൽ മതിയോ? നിങ്ങൾ ഇന്നാ കൊച്ചിനെ നഴ്സറി കൊണ്ടുപോയിട്ടിട്ട് പൊക്കോ, നോക്കട്ടെ. ഇല്ല, ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ട് നിങ്ങൾ പോയില്ലെങ്കിൽ മോശം. അവർക്ക് കൊടുക്കാറുണ്ട്. വാഴക്കായി കന്ന് വേറൊരു സൂത്രം. എന്താ സൂത്രം? നമ്മളെ വീടിൻ്റെ മുറ്റത്താ മൂലയിൽ വെട്ടിക്കളഞ്ഞ് ഒരത്യപൂർവ കാഴ്ച കാണാൻ കൊണ്ടുപോവുകയാണ് കർഷകൻ. നമ്മുടെ വെട്ടിക്കളഞ്ഞ വാഴയിൽ നാക്കടിച്ചിട്ട് വെട്ടിക്കളഞ്ഞ അതിൽ നിന്ന് കൊല വന്നിരിക്കുന്നു. വെട്ടിക്കളഞ്ഞ
അതെങ്ങനെയാണ് വരിക? അതാ പിണ്ടി വരുന്നുണ്ടായിരുന്നു. തലഭാഗം മറ്റേ നാക്കടച്ചു പോയി. നാക്കടിച്ചു പോയി. ഞാനാ വെട്ടിക്കളഞ്ഞു. അപ്പം അത് വെട്ടിയില്ലായിരുന്നെങ്കിലോ? വെട്ടിപ്പയര് തന്നെ അത് ഇതുണ്ടായിരുന്നു. കൂമ്പ് പിന്നെ വന്നതാ. കൊലക്കണ്ടായിരുന്നു. സോ സാഡ്. അങ്ങനെ കൊല ഉണ്ടാവലുണ്ട് ചില സ്ഥലത്ത്, അപൂർവമായിട്ട്. അങ്ങനെ അപൂർവമായിട്ട് നമ്മളെ തൊടിയിൽ ഇപ്പം ഉണ്ടായേ. അതിൻ്റെ കായും അതിൻ്റെ ചുണ്ടും എല്ലാം കൂടെ കണ്ട നല്ല ക്യൂട്ടായിട്ടുണ്ട്. കുറച്ച് അടിയിൽ തന്നെ കറുപ്പൊക്കെ ഉണ്ട്. എൻ്റെ ഈ കന്നുകളാണ്, ഇതൊക്കെ ഒരു ഗുണമില്ലാതെ വരുന്നു. അത് കൊള്ളാം, എല്ലാം വെട്ടിക്കളയാ എന്നിട്ട്. വലിയ ഗുണമില്ല.